ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേക്ക് തന്നെയാണ്. വീണ്ടും കേക്കുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൂബെറി വെച്ചിട്ടാണ്. ബ്ലൂബെറി ഫ്രൂട്ട് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാന്ന്. ഫ്രഷ് ഫ്രൂട്ട് തന്നെ കിട്ടിയ കേട്ടോ. ബ്ലൂബെറി കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു കേക്കിന്റെ മാത്രമല്ലേ? കേക്കിന്റെ മാത്രമേ ഉള്ളൂ. അതായത് കേക്ക് ഫുള്ള് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാരും കണ്ടു നോക്കണം, അല്ലാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്സ് ഒക്കെ ചെയ്യണം. അപ്പം ഈ വർഷത്തെ ഫസ്റ്റ് കേക്കാണ് ബ്ലൂബെറി. ഈ 2021 ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന കേക്കാണ് നമ്മുടെ ബ്ലൂബെറി കേക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ കൂടെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ് കമന്റിൽ കൂടെ തരാം, അല്ലെങ്കിൽ മെയിൽ ചെയ്താൽ മതി. മെയിലില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ മെയിൽ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കാൻ പോലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ബ്ലൂബെറി കേക്കിന് വേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബ്ലൂബെറി വേണം. ബ്ലൂബെറി കേക്കിന് ഇത് ഉണ്ടാക്കും. ഇത് ഞാൻ പറഞ്ഞില്ല, ഫ്രഷ് ഫ്രൂട്ടാണ്. നമ്മൾ ഈ ഡ്രൈ ഒന്നും അല്ല എടുത്തേക്കുന്നത്, നമ്മുടെ ഫ്രഷ് ഫ്രൂട്ടാണ്. ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഞെക്കിയാൽ ഞെങ്ങും. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ബ്ലൂബെറി. ഇത് നമ്മൾ ആദ്യം കുറച്ചൊന്ന് വേവിക്കുമല്ല, പഞ്ചസാരയിൽ ഇട്ടിട്ടൊന്ന് അങ്ങനെ ഒന്ന് എടുക്കത്തില്ലേ, നമ്മൾ സ്ട്രോബെറി ഒക്കെ ചെയ്ത പോലെ വിളയിച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഈ കേക്ക് കേക്കല്ല ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്ലൂബെറി കുറച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പൊ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്ലൂ കളർ ചേർത്ത് ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറയാണ്, നമ്മുടെ കേക്കിന് കളർ വേണമെങ്കിൽ കുറച്ച് ബ്ലൂ കളറും കൂടെ ചേർക്കേണ്ടി വരും. എന്തായാലും ഇതിന്റെ അകത്ത് നമുക്ക് കളറൊന്നും കിട്ടൂല. വീട്ടിലാണെങ്കിൽ നമുക്ക് കളറിന്റെ ആവശ്യമില്ല. ഇതിപ്പോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർക്കുന്നത്. നമ്മുടെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ 2.25 കപ്പ് മൈദയും 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പാൽപ്പൊടി ഞാൻ അമൂലിന്റെ ഒരു കുറച്ച് പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 2.25 കപ്പ് മൈദയും കൂടിയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പൊ 2.5 കപ്പ് മൊത്തം വരും. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ് പഞ്ചസാരയാണ്. ഇതുണ്ടോ, 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാനില എസൻസും ചേർത്തിട്ട് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ബ്ലൂബെറി എടുത്തിട്ട് ഒന്ന് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ കളർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളറിന് ഒരു കേക്കിന് ഒരു കളർഫുള്ള് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന കളറ് റോയൽ ബ്ലൂവിന്റെ ഷെഫ് മാസ്റ്ററിന്റെ കളറാണ്. നല്ല കളറാണ്. അപ്പം ഇതൊരു ഡ്രോപ്സ് ഞാൻ ചേർക്കുന്നുണ്ട്. എന്തായാലും ബ്ലൂബെറിയും കൊണ്ട് നമുക്ക് അത്രയും കളർ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ബേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല കളർ ചേർക്കണ്ട. അപ്പൊ ഇച്ചിരി കളർഫുൾ ആകണമെങ്കിൽ ഇച്ചിരി കളർ ഇതിനകത്ത് നമ്മൾ ചേർക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇച്ചിരി ചേർക്കുന്നത് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച്. ഇപ്പൊ ഞാൻ നമ്മുടെ ബ്ലൂബെറി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചു കുറച്ച് ചതച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതുണ്ടോ, ഒരു ശകലം ഷെഫ് മാസ്റ്ററിന്റെ കളറും കൂടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കളർ കിട്ടത്തില്ല. ഇപ്പൊ ഇതുണ്ടോ, ഇതിങ്ങനെ ഒന്ന് അലുത്ത് വരുവാണ് പഞ്ചസാരയില്. നന്നായിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിനകത്ത് ഒഴിക്കുമ്പം കൊള്ളത്തില്ല. അപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുവാണ്. ഇത് ചൂട് തണുത്തിട്ട് വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ബ്ലൂ കളറായി വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടും കൂടെ മിക്സായി വന്നപ്പം കണ്ടോ, ഒരു പർപ്പിൾ കളറായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം, 3 എണ്ണം. അപ്പൊ 3 മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നമ്മുടെ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടും നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ. മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ എടുത്തു വെച്ച 3/4 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച നമ്മുടെ മെൽറ്റ് ചെയ്ത ബട്ടർ ഇല്ലേ, ബട്ടർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ആയിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബട്ടറും പഞ്ചസാരയും മുട്ടയൊക്കെ. നമുക്ക് നമ്മൾ മൈദ എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ആ മൈദ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനകത്ത് ഓയിൽ ചേർക്കുന്നില്ല കേട്ടോ, ബട്ടർ തന്നെയാണ് ചേർത്തേക്കുന്നത്. കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ ബട്ടർ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഈ മൈദ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ മൈദയൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞതുണ്ടോ, നമ്മുടെ ബ്ലൂബെറി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശായിട്ട്. അടിക്കണ്ടേ? അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു ഇതുണ്ടോ, നമ്മളൊരു തുള്ളി വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട്, ബേക്കിംഗ് സോഡ കേട്ടോ, അപ്പോൾ ഒരു നുള്ള് മതി, അളവൊന്നുമില്ല, ഒരു നുള്ള് എടുക്കുക, അതിനകത്ത് ഇടുക. കണ്ടോ, ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് ലാസ്റ്റ് നമുക്ക് ഈ കേക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുണ്ടോ, ഒരു നുള്ളേ ഉള്ളൂ, ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് നമ്മൾ തടിത്തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിനാഗിരി വെച്ചിട്ട് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ കളർ വന്ന് കുറച്ചും കൂടെ ഞാൻ നമ്മുടെ കളർ ഒഴിച്ചു കേട്ടോ, എന്നിട്ടാണ് കളർ കിട്ടിയത്. ഈ കളർ കുറച്ചും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് കളർ കിട്ടിയത് കേട്ടോ. ആദ്യം നമ്മൾ ആ ബ്ലൂബെറി ഒഴിച്ചപ്പം ഒരു എന്താ പറയുക, ഗ്രീൻ കളർ പോലെ വന്നു, ശരിക്കും വന്നിട്ടില്ല. നമ്മളത് മെൽറ്റ് ചെയ്തപ്പം പർപ്പിളായിട്ടാണ് നമുക്ക് കാണിക്കുന്ന ഫ്രൂട്ട്. പക്ഷെ ഒഴിച്ചപ്പോൾ ഒരു എന്താ പറയാ, എന്തോ ഒരു പച്ചക്കളർ പോലെ കാണാൻ തോന്നുന്നു. ആ ഒരു കളറായിരുന്നു വന്നേ. പിന്നെ ശകലം കൂടെ നമ്മൾ ഈ കളർ ഒഴിച്ചപ്പോഴാണ് ഈ ബ്ലൂ കളർ വന്നേ. ഇപ്പം കളർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കളർ ഇല്ലാതെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ, അതുകൊണ്ടാണ് കളർ ബ്ലൂബെറി ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ കളർ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആക്കി വന്നപ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. ബേക്കായി വരുമ്പോൾ അറിയാം അത്ര ഉണ്ടാവും. കേക്കിൻ്റെ ബാറ്റർ ഞാൻ ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഓവനിൽ വെച്ച് കൊടുക്കാം. ഞാൻ 180-ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 35-40 മിനിറ്റ് മതിയാവുമായിരിക്കും. വെന്റിലേ നമുക്ക് 1-5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. അതും 180 തന്നെ വെക്കുന്നേ. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കും കേട്ടോ, ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്ലൂബെറി ഇല്ലേ, ബ്ലൂബെറി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ മുകളിൽ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ എല്ലാത്തിനും കാണിക്കാറില്ലേ, നമ്മൾ ഏതാണോ ചേർക്കുന്ന ഫ്ലേവറും അല്ല ഫ്രൂട്ട് നമ്മൾ കേക്കിന്റെ മോൾ ഭാഗത്ത് ചെയ്യത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എല്ലാ കേക്ക് ലെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അമ്മയുടെ ഈ വൈറ്റ് കോമ്പൗണ്ട് അല്ലേ നമ്മൾ ഉപയോഗിക്കാറ്. ഇതാണ് നമ്മൾ ആ ചോക്ലേറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ബ്ലൂബെറി, ഇത് നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കേക്കിന്റെ മുകൾ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട അകത്തൊക്കെ നമ്മുടെ ബ്ലൂബെറിന്റെ കളറാണ്. ഈ മുകൾ ഭാഗം നമ്മൾ എന്തായാലും ചെത്തി മാറ്റുമല്ലോ, അപ്പോൾ ഇത് എടുക്കത്തില്ല. അപ്പോൾ ഇതുണ്ട് അകത്തൊക്കെ ഇങ്ങനെ കുറച്ച് വിണ്ടു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെത്തി മാറ്റുന്ന ഇതാണ്. അപ്പം കേക്ക് റെഡിയായി. ഇനി തണുത്തിട്ട് വേണം നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ അടിക്കുന്നുണ്ട്, ആൽപ്പക്കുട്ടിയാണ് അടിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ കേക്കും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആൽഫ ഇവിടെ ക്രീം അടിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടോ 3 ലെയറായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ലെയർ ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇതാ 2 ലെയർ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അകത്ത് കണ്ട ബ്ലൂബെറിൻ്റെ ഒരു കളർ തന്നെയാണ് വന്നേക്കുന്നത്. ആ ഫ്രൂട്ടിൻ്റെ അതേ ഒരു കളർ തന്നെയാണ് നമുക്ക് അകത്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീമാണ് ഇവിടെ ആയി വരുന്നുള്ളൂ, കണ്ടോ. കുറച്ചും കൂടി ഒന്ന് ആകാനുണ്ട്. അപ്പം നമ്മുടെ ക്രീം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, ഇപ്പം നമ്മുടെ ക്രീം ഇങ്ങനെ വീഴത്തൊന്നുമില്ല, കണ്ടോ. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി പോകാം. നമ്മൾ കേക്ക് ബോർഡിൻ്റെ അകത്ത് കുറച്ച് ഇതുണ്ടോ, കുറച്ച് ക്രീം വെച്ചിട്ടുണ്ട് കേട്ടോ, അടിയിലൊന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, എന്നിട്ട് നമ്മളിത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമുക്ക് ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലൂബെറി ആക്കിയിട്ടില്ലേ അതും കൂടെ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുന്നില്ലെങ്കിൽ അതും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം ഇടാം. ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ബ്ലൂബെറി ഞാൻ ആ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒഴിക്കാൻ അതിൻ്റെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുഴുവനോടെയാണല്ലോ അത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി ഇല്ലേ നമ്മളിങ്ങനെ ഷുഗർ സിറപ്പിലാക്കി അലിപ്പിച്ച് വെച്ചത് അതും ചോക്ലേറ്റും കൂടിയാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ലെയർ ഇങ്ങനെ കുറച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ഇതേപോലെ ചെയ്യാം. മുകളിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. മൊത്തം ആക്കി കാണിക്കല്ലേ. ഇനി അടുത്ത ലെയർ വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പും അങ്ങനെ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലോട്ടും നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ക്രീമൊക്കെ ഇട്ടിട്ട് അപ്പം മുകളിൽ നമ്മൾ ഐസിങ് ചെയ്യുവാണ്. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ സ്ട്രോബെറീൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. സ്ട്രോബെറി അല്ല ബ്ലൂബെറി. വായിൽ എന്ന് സ്ട്രോബെറി എന്നേ ഉള്ളൂ. കാരണം ബ്ലൂബെറി നമ്മൾ അധികം അങ്ങനെ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് ലെവലാക്കി എടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഐസിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ബ്ലൂബെറി ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ട് ബ്ലൂബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെല്ലെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ക്രീം നമ്മൾ ഒഴിച്ച് മുകളിൽ. അപ്പം ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അത് എല്ലാ വശത്തോട്ടും തന്നെ പൊക്കോളും. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി, തന്നെ ഒഴിക്കോളൂ. അത് നമ്മുടെ ബ്ലൂബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു വ്യത്യസ്തമായ ഡിസൈനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ക്രീം ചെയ്തിട്ട് അതിന് നടുക്ക് നമ്മൾ ബ്ലൂബെറി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നടുക്കൊന്നും കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ബ്ലൂബെറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. കണ്ടോ, മൊത്തത്തിൽ നമ്മൾ ബേക്ക് ചെയ്തപ്പോഴും ഐസിങ് എല്ലാം ബ്ലൂബെറി വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. മൊത്തത്തിൽ ഒരു ബ്ലൂബെറിൻ്റെ ഒരു ഇതാണ്. അപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.